നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരീഷൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. 10 വർഷത്തോളമായി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു സിനിമ കണ്ടാണ് ചേറ്റൂർ ശങ്കരൻ നായരെ തിരിച്ചറിയാനായതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ചേറ്റൂർ അനുസ്മരണം സംഘടിപ്പിക്കാറുണ്ടെന്നും വി.കെ. ശ്രീകണ്ഠൻ. നാട്ടുകാരെയും ജീവനക്കാരെയും ഭീതിയിലാഴ്ത്തി കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. പാലക്കാട് കളക്ടറേറ്റിൽ 2 മണിക്ക് ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി. ആഘോഷമായി മഞ്ഞപ്ര ശ്രീ കുറുമാലിക്കാവ് തട്ടകം. മഞ്ഞപ്ര പൂത്തറവേല വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. 10 വർഷത്തോളമായി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു സിനിമ കണ്ടാണ് ചേറ്റൂർ ശങ്കരൻ നായരെ തിരിച്ചറിയാനായതെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ബങ്കരയിലെ ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാര്യം, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വർഷം 10. അദ്ദേഹത്തിന് ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത് ചേറ്റൂർ ശങ്കരനായരെക്കുറിച്ച്. അതിനൊരു സിനിമ വേണ്ടി വന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കേണ്ടി വന്നു സുരേഷ് ഗോപിക്ക്, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഈ തറവാടും വീടും ഒക്കെ അറിയാൻ. അപ്പോൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരാണ് എന്താണെന്നൊക്കെ ഗവേഷണം ചെയ്ത് നടക്കുകയാണ് BJP. നല്ല കാര്യമാണ്. അവർ തെറ്റ് തിരുത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദേശീയ നേതാക്കന്മാരെ തിരിച്ചറിയുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവരെ അനുസ്മരിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അവർ ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് മറന്നു, രാജ്യം മറന്നു. രാജ്യം 10 വർഷമായിട്ട് ഭരിക്കുന്നവർ മറന്നതിന് ഞങ്ങളാണ് ഉത്തരവാദി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ചേറ്റൂർ അനുസ്മരണം സംഘടിപ്പിക്കാറുണ്ടെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. DCC പ്രസിഡന്റ് എ. തങ്കപ്പൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു. പാലക്കാട് കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി, ജീവനക്കാരെ മുൾമുനയിലാക്കി. പാലക്കാട് കളക്ടറേറ്റിലാണ് ബോംബ് ഭീഷണി സന്ദേശം വന്നത്. 2 മണിക്ക് ബോംബ് പൊട്ടുമെന്നാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും കളക്ടറേറ്റിലെത്തി പരിശോധന നടത്തി. മുഴുവൻ ജീവനക്കാരെയും കളക്ടറേറ്റിൽ നിന്നും പുറത്തിറക്കിയാണ് പരിശോധന നടത്തിയത്. കൊല്ലം കളക്ടറേറ്റിലും കോട്ടയം കളക്ടറേറ്റിലും സമാനമായ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുണ്ട്. കളക്ടറുടെ മെയിൽ ID-യിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. പോലീസ് സെർച്ച് ഓപ്പറേഷൻ എടുക്കുകയാണ്. ബോംബ് സ്ക്വാഡ് കൂടെ വന്നിട്ടുണ്ട്. ഒരു 2 o'clock ഒരു ഡിറ്റനേഷൻ ആവും. ഒരു ഇംപ്രൂവൈസ്ഡ് ആയിട്ട് ഡിവൈസ് ഇവാക്യുവേറ്റ് ചെയ്യണം, സെക്യൂരിറ്റി ഫോഴ്സിന് ഇൻഫോം ചെയ്യണമെന്നാണ് ഒരു മെയിലിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. സോ അതിൻ്റെ ഒരു ഡ്യൂ ഡെലിജൻസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻ എടുക്കുകയാണ്. എല്ലാ സ്റ്റാഫും കൂടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. രാവിലെ മെയിൽ രാവിലെ എത്ര മണിയോടെ? ഒരു 11 മണിയാണ് നോക്കുന്നത്. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി. മെയിൽ ID കേന്ദ്രീകരിച്ച് അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസവും സമാനമായ രീതിയിൽ പാലക്കാട് RDO ഓഫീസിൽ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരുന്നത് സർക്കാർ ശ്രദ്ധയോടെ കാണേണ്ടതാണെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ജീവനുമാണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പോലീസ് വന്ന് എല്ലാ പരിശോധനയും നടത്തിയതാണ് കളക്ടർ. ഇതിപ്പോൾ ഒരു സ്ഥിരമായി കഴിഞ്ഞ ദിവസം RDO ഓഫീസിൽ ഇതുപോലെ പറഞ്ഞു. കളക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു RDO ഓഫീസുകളിൽ കളക്ടറേറ്റുകളിലൊക്കെ ഇതുപോലെ അനോണിമസ് മെസ്സേജുകൾ വരികയാണ്. പക്ഷെ അത് എന്താണ് ഏതാണെന്നുള്ളത് സർക്കാർ വളരെ വിജിലൻ്റായിട്ട് കണ്ടുപിടിക്കേണ്ട സാഹചര്യമാണ്. കാരണം എന്താണ് സംഭവിക്കുക, ശരിക്കുള്ളതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും വളരെ വിശദമായ പരിശോധന ആവശ്യമാണ്. BJPയുടെ നേതൃത്വത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. സ്മൃതി മണ്ഡപത്തിൽ BJP പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റാണ് ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായർ. ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെ നിരവധി BJP പ്രവർത്തകർ പങ്കെടുത്തു. ബാലസംഘം വടക്കഞ്ചേരി ഏരിയ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സമാപനമായി. കിഴക്കഞ്ചേരി പുന്നപ്പാടത്ത് വെച്ച് നടന്ന സമാപനം സിനിമാ സംവിധായകൻ ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഹൃദയത്തിന് എന്തെങ്കിലും ഒരു ചെറിയ തകരാറുണ്ടെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞവരൊന്നും ഈ DJ പാർട്ടി നടക്കുന്ന ഭാഗത്തേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയും പവറിലാണ് അതിൻ്റെ ശബ്ദം വരിക. ഈ ശബ്ദം വന്നിട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ആടി തിമിർക്കുക എന്ന് പറഞ്ഞാൽ ഒരു 1 or 2 പാട്ടുകളൊന്നുമല്ല. ഒരു നേരം വെളുക്കുന്ന വരെയും ആടാൻ തയ്യാറായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെത്തുന്നുണ്ട്. അപ്പോൾ 2-3 പാട്ട് കഴിഞ്ഞിട്ടും ഇവൻ്റെ ആട്ടം നിൽക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പാർട്ടി കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം. കാരണം അത് തലേ ദിവസം സ്റ്റാമ്പാണോ അല്ല വേറെ വല്ലതാണോ അടിച്ചത് എന്നറിയാം. കാരണം ഒരു 3-4 പാട്ടിനപ്പുറത്തേക്കൊന്നും നമുക്ക് തുള്ളാൻ, നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് തുള്ളാൻ കഴിയില്ല. അപ്പോൾ അതിലും കൂടുതൽ തുള്ളുന്നുണ്ടെങ്കിൽ അവൻ എന്തോ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് അവൻ തുള്ളിയത് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികൾ എന്നോട് ക്ഷമിക്കുക. ഇത്തരം DJ പാർട്ടിയൊക്കെ നിങ്ങളെ കൊണ്ട് എത്തുന്നത് വലിയ മാനസിക സംഘർഷങ്ങളിലേക്കാവും എന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പറ്റാവുന്ന അത്ര അത് ഒഴിവാക്കേണ്ടതാണ്. സജിത ശിവദാസ് അധ്യക്ഷയായി. ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗം K. സുലോചന, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V. രാധാകൃഷ്ണൻ, ലോക്കൽ സെക്രട്ടറി PM കലാധരൻ, K. ഓമന, PV ശ്രീനിവാസൻ, K. ജാസ്പർ, അമൽദേവ്, ശ്രീയ, KV രാജൻ, PC പ്രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാജാഥ അവതരണം നടന്നു.
കഴിഞ്ഞ 19-ന് ആരംഭിച്ച കലാജാഥ വിവിധ ലോക്കലുകളിലെ പര്യടനത്തിന് ശേഷമാണ് പുന്നപ്പടത്ത് സമാപിച്ചത്. എന്താണ് നീ പറഞ്ഞത്? നിന്റെ അമ്മയ്ക്ക് നീ മാത്രമുള്ളൂന്നാ? പിന്നെ ഞങ്ങളൊക്കെ ആരാടാ? നിന്റെ അമ്മ ഉണ്ടാക്കി തന്നെ പൊയിച്ചോറണ്ടടാ. നമ്മളെല്ലാരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തിൽ കഴിക്കുന്നത് ആ നിന്നെ കൊല്ലടാ കോപ്പേ. മറ്റു വാർത്തകളിലേക്ക്. കണ്ണമ്പ്ര ആറന്മുളത്ത് നിർമ്മാണം പൂർത്തീകരിച്ച മാതൃകാ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 28-ന് നടക്കും. PP സുമോദ് MLAയുടെ 2023-24 സാമ്പത്തിക വർഷത്തിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കണ്ണമ്പ്ര ആറന്മുളം മാതൃകാ അംഗൻവാടി കെട്ടിടം ഈ മാസം 28-ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ PP സുമോദ് MLA കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് M സുമതി ടീച്ചർ അധ്യക്ഷയാവുന്ന പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹ്യ നീതി വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M സുമതി അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സോമസുന്ദരൻ, MK സുരേന്ദ്രൻ, V ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. നമ്മൾ ബഹുമാനപ്പെട്ട MLA PP സുമോദിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 40 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു നല്ല സ്മാർട്ട് അംഗനവാടി പണിതുയർത്തിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഏറെ സൗകര്യപ്രദമായ ഒരു അംഗനവാടി എന്നുള്ള നിലയിൽ കണ്ണമ്പ്ര പഞ്ചായത്തിൻ്റെ തന്നെ പ്രൗഢി ഉയർത്തി പിടിക്കുന്ന ഒരു സൗഹൃദമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഇവിടെ സാധാരണയായി ഈ അംഗനവാടിയിലെ വർക്കേഴ്സിൻ്റെ ഹെൽപ്പേഴ്സിൻ്റെ എല്ലാം തന്നെ സംയുക്ത യോഗം ചേരുന്നൊരു സെൻറ്റർ കൂടിയാണ് ഈ അംഗനവാടി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് നമ്മളിപ്പോൾ കൈവരിച്ചിട്ടുള്ളത്. ഈ വരുന്ന 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഈ സൗധം ബഹുമാനപ്പെട്ട MLA തുറന്നു വയ്ക്കുന്നതാണെന്ന് കൂടി അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇല്ലാതിരിക്കാൻ പറഞ്ഞിട്ടില്ല.
ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി ആർ അശോകൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ എല്ലാ മേഖലയിലും ലോകത്തിലും തന്നെ എല്ലാവരും ടൂറിസത്തിന്റെ ഭാഗമായി ഇന്ന് കാശ്മീരിലെത്തുന്നു. അതിന്റെ ഭാഗമായി കാശ്മീരിലെത്തിയ ടൂറിസ്റ്റുകളെ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് തീവ്രവാദികൾ വന്നപ്പോൾ നമുക്കറിയാം അവരോട് ചോദിച്ചത് എന്താണ്, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെന്നല്ല, ഏത് ജാതിയിൽപ്പെട്ടവരാണെന്നല്ല, അതേപോലെ ഏത് സംസ്ഥാനത്തിൽ നിന്നവരാണെന്നല്ല, അവരുടെ ഊടുതൂണി പൊക്കി നോക്കിക്കൊണ്ട് നിങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ടവരാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ടവരാണെന്നും വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ കയ്യിലുണ്ടായിരുന്ന AK-47 കൊണ്ട് വൃഷണത്തിലെ, നമുക്കറിയാം വൃഷണം നമ്മുടെ ശരീര വയറുഭാഗത്തിന് താഴെ വൃഷണത്തിനെ നോക്കി അവരും ഹിന്ദു മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവിടെ ആ വിഷയം കണ്ടുകൊണ്ട് വലിച്ച് കാഞ്ചി വലിച്ച് 27-26ഓളം വരുന്ന ഹിന്ദു സഹോദരന്മാരെ വളരെ ക്രൂരമായി കൊല ചെയ്യുകയാണ് ഉണ്ടായത്. ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് രഘുനന്ദ ദേവദാസ് അധ്യക്ഷനായി. ഉദയൻ കോട്ടായി, MV വാസുദേവൻ, പ്രേംരാജ് R രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് ശ്രീരാജ്, ഹരിദാസ് കോയു, V നാരായണൻ എന്നിവർ സംസാരിച്ചു. മദ്യനയത്തിന്റെ കാര്യത്തിൽ കാറൽ മാക്സിനെയും പ്രകടന പത്രികയെയും തള്ളിക്കളഞ്ഞ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മദ്യനിരോധന സമിതി. ആരോഗ്യമുള്ള സമൂഹമെന്ന് ആവർത്തിച്ചു പറയുകയും യുവാക്കളെ മദ്യത്തിനും മയക്കുമരുന്നിനും തള്ളിവിടുകയാണെന്നും ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനുദിനം രാസലഹരി ഒഴുകുമ്പോഴും ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സർക്കാർ പരാജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PV ശ്രീനാഥ്, ശശി കല്ലേപ്പുള്ളി, M രാമകൃഷ്ണൻ തച്ചമ്പാറ, മണി പറമ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നു. എനിക്കിപ്പോൾ 72 വയസ്സായി. നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇത്രയും അധികം രാസലഹരിയും മയക്കുമരുന്നിനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. ആകപ്പാടെ ഒരു ചാരായം, അത് അല്പം മാറ്റി ചാരായങ്ങളും, അത് അത് നിരോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണം പോയി. ഉമ്മൻചാണ്ടി സർക്കാർ ഘട്ടം ഘട്ടമായിട്ട് മദ്യനിരോധനം നടത്തി അദ്ദേഹത്തിന്റെ ഭരണം പോയി. പകരം മദ്യശാലകളും ബാറുകളും വർദ്ധിപ്പിച്ച് കുടിപ്പിച്ച് അടങ്ങുമെന്ന് പറയുമ്പോൾ ഇതിന് പിന്നിലുള്ള രഹസ്യം സാമ്പത്തിക നേട്ടമാണ്. ആരോഗ്യമുള്ള ജനത രാഷ്ട്രത്തിന്റെ സമ്പത്ത് എന്ന് പറയുകയും കേരള ജനതയെ മുഴുവൻ രോഗികളാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. വർണ്ണം വിതറി മഞ്ഞപ്ര പൂത്തറവേല ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി മഞ്ഞപ്രദേശത്ത് പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഉഷപൂജ, കാലത്ത് 7 മഞ്ഞപ്ര അയ്യപ്പൻകാവിൽ നിന്ന് ചുരികയും ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പള്ളിവാളും ചിലമ്പുമായി എഴുന്നള്ളത്തോടുകൂടി പറയെടുപ്പ്, ഉച്ചയ്ക്ക് മന്നത്ത് കേളി, ഉച്ചകഴിഞ്ഞ് മേജർ സെറ്റ് പഞ്ചവാദ്യം. നാല് 4:30 കുടമാറ്റം, 5:30 പാണ്ടിമേളം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കാവ് കയറിയതോടെ വെടിക്കെട്ടും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയ്ക്ക് ശേഷം വേല കാവുകയറി. പൂത്രദേശത്ത് കാലത്ത് വിശേഷാൽ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ഈടുവെടി, 2 മന്നത്ത് കേളി, 3 പഞ്ചവാദ്യം, 5 മേളം, വൈകിട്ട് കാവുകയറ്റം, രാത്രി 7 കരിമരുന്ന് പ്രയോഗം, രാത്രി 10 തായമ്പക എന്നിവയുണ്ടായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ പഞ്ചവാദ്യം, 4 വെടിക്കെട്ട്, തുടർന്ന് മേളത്തോടെ വേല കാവുകയറി.